ടാബ്ലറ്റ് കഴിച്ചോ? നാളെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. ബാലേന്ദ്രൻ വാങ്ങിക്കോ അതോ ഞാൻ വാങ്ങണോ? നീ വാങ്ങിച്ചോ. ഞാൻ വാങ്ങണമെങ്കിലേ ടൗണിലെ തിരക്കിലോട്ട് കാറും തള്ളിക്കൊണ്ട് വരണ്ടേ. ബാലേന്ദ്രനാണെങ്കിൽ ടൗണിൽ തന്നെയാ ഉള്ളത്. മെഡിക്കൽ സ്റ്റോറിലോട്ടൊന്ന് കയറിയാ മതി. ഇത് ആദ്യമേ അങ്ങ് പറഞ്ഞ പോലെ അമ്മയുടെ മരുന്ന് വാങ്ങിച്ചോണ്ട് വരണോ? ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നാ പറ്റി? അമ്മയുടെ മെഡിക്കൽ കാർഡിങ്ങ നാളെ തന്നാ പോരെ? മറന്നുപോയിട്ട് പിന്നെ എന്നെ കുറ്റം പറയുന്നു. എന്റെ പേഴ്സ് എവിടെ? ഇതിലങ്ങനെ ഉണ്ടോ? ആ അതിലാ വെച്ചിരുന്ന നോക്കി. ഇതല്ലേ നിന്നെ കാണാതെ പോയി 1.5 പൗണ്ട് മോതിരം? അതെ. അല്ല ഞാനത് എപ്പോഴാ പേഴ്സിൽ കൊണ്ടുവച്ചത്? അതിന് നീ ആരെ സംശയിച്ചത്? മാറങ്ങോട്ട്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്ത് ആ കുട്ടിയെ ചോദ്യം ചെയ്യിപ്പിച്ചാലോ എന്നത് നീ ആലോചിച്ചില്ലേ? അങ്ങനെ ചെയ്തില്ലല്ലോ. അത് ഞാൻ നിരുത്സാഹപ്പെടുത്തിയുള്ളൂ. ഇത്ര പറയാനൊന്നുമില്ല. മറവി എല്ലാവർക്കും ഉള്ളതാ. അതെ നീ ഇപ്പൊ തന്നെ ആ കുട്ടിയുടെ അടുത്ത് പോയി ഈ മോതിരം കാണിച്ച് സോറി പറയേണ്ടതാ. പിന്നെ വീട്ടുവിലക്ക് നിൽക്കുന്ന പെണ്ണിന്റെ അടുത്തല്ലേ സോറി? അത്രയ്ക്ക് താഴേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. വൈജയ്, കള്ളന്മാരെ വിശ്വസിക്കുന്നേക്കാൾ എത്രയോ വലിയ തെറ്റാണ് സത്യസന്ധന്മാരെ വിശ്വസിക്കുന്നത്. എന്തായാലും സാധനം കിട്ടിയില്ലേ? വിഷമിച്ചു പോയായിരുന്നു. കൃഷ്ണ വേഗം വന്ന് കഴിക്കേ. ഇഡലി വെക്കട്ടെ? മകളെ ഇന്നലെ കാണാതെ പോയി മോതിരം കിട്ടി. എവിടെ കിട്ടി? ആരാ ചേർത്തെ? അത് അവളുടെ പേഴ്സിലുണ്ടായിരുന്നു. എവിടെ മറന്നുപോയി? അതിനിവിടെ എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു. ചോദ്യം ചെയ്യണം, പോലീസിനെ വിളിക്കണം, എന്തെല്ലാം. വീട്ടിൽ നിന്ന് സ്വർണവും പണവും കളവ് പോയാ പോലീസിൽ അറിയിക്കണ്ടേ? അതല്ലേ നാട്ടു നടപ്പ്. ഞാനും അതേ പറഞ്ഞോളൂ. വെറുതെ സർവൻ ചേച്ചി കളിയാക്കി. നമ്മൾ ആരെയും കണ്ണോടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. സംശയിക്കാനുള്ളതേ സംശയിക്കാൻ തന്നെ വേണം. ഇനി നീ ആ മൊയലിന്റെ കൊമ്പ് പിടിവിട്ടില്ലേ? നീ അലീനോട് പറഞ്ഞു മോതിരം കിട്ടിയെന്ന്? ഇല്ല, പിന്നെ പറഞ്ഞോളാം. പിന്നെ പറയേണ്ട സമയത്ത് തന്നെ പറയണം. അലീന, നീ ഒരു വിവരം അറിഞ്ഞോ? കാണാതായ മോതിരം കിട്ടി. നന്നായി കിട്ടിയല്ലോ, സന്തോഷം. കൃഷ്ണ ആ കറിങ്ങെടുത്തേ. ഞാൻ കൊടുക്കാം. മോൾക്ക് ചോറിനൊരു ഓംലെറ്റ് കൂടി വെക്കട്ടെ? അലീന, നിന്നെ ഇന്നലെ ഞങ്ങൾ വെറുതെ സംശയിച്ചു. സോറി കേട്ടോ. അതിപ്പോ ആരായാലും സംശയിക്കും. ഞാനല്ലേ പുറത്തുനിന്നുള്ള ഒരേ ഒരാള്. അതിനിപ്പോ സോറി ഒന്നും പറയണ്ടെന്നേ. എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലേന്ദ്രൻ സോറി പറഞ്ഞത്. ഇല്ലേ, നിനക്ക് വേണ്ടിയിട്ടാ ഞാൻ പറഞ്ഞത്. നീ അത്രയ്ക്ക് ഹരാസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ റിയാക്ഷൻ കണ്ടില്ലായിരുന്നു. ആ അതെന്തസ് കണ്ടുപിടിക്കണം. ഇവിടെ അവിടെ സംശയിച്ച നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. അവിടെ പോലീസിൽ ഏൽപ്പിക്കാൻ അവർ ആലോചിച്ചോളല്ലേ നീ? അങ്ങനെ ചെയ്തില്ലെങ്കിലോ? എന്നിട്ടൊരു സോറി പറയാൻ നിനക്ക് തോന്നിയില്ല? പിന്നെ വീട്ടുവേലക്കാരെടുത്തല്ലേ സോറി. അവരും മനുഷ്യരാണ്, നമ്മളെ പോലെ തന്നെ. കറി വെച്ച് കഴിക്കണേ. അമ്മ ഫുഡ് കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞു.
ചായ കിട്ടിയോ? ആ അത് ആദ്യമേ തന്നായിരുന്നു. ചായ കുടിച്ച ഗ്ലാസ് ഇരിക്കുന്നു. വായ വെച്ച് തിന്നാൻ കൊള്ളാവോ അവളുണ്ടാക്കുന്ന ഓരോരോ സാധനങ്ങൾ? നല്ലതാണല്ലോ. വെള്ളയപ്പവും ഉരുളക്കിഴങ്ങും അറിയും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് നല്ല രുചിയായിട്ടുണ്ടാക്കിയത്. ചായ നല്ലതാ. അമ്മയ്ക്ക് രുചി വല്ലതും അറിയാവോ? പ്രായമായില്ലേ? അലിനെ, എടി അലിനെ, നീ എന്തിനാ ഇത്ര ഒച്ച എടുക്കുന്നേ? വിളിച്ചാ കേൾക്കണ്ടേ? അലിനെ, അമ്മയുടെ കൈയും വായും കഴുകിച്ചോ അവള്. ഈ പ്ലേറ്റും ഗ്ലാസ് ഇവിടെ ഇരുന്നാ മതിയോ? എടുത്തോണ്ട് പോയി കഴുകണ്ടേ? ആ അവളത് ചെയ്തോളും. നീ കിടന്ന് അലക്കണ്ട. അവക്ക് വേറെ 100 കൂട്ടം പണി കാണും. എന്നാ വിളിച്ചേ? ഇതെന്തു അടി? ഇതെടുത്തോണ്ട് പോണ്ടേ? അമ്മ കഴിച്ചു തീർന്നപ്പോ കൈയും വായും കഴിച്ചോ നീ? ഇപ്പൊ തന്നെ കഴുകിക്കാം. മോളെ നീ എന്റെ പണി തീർത്തിട്ട് വന്നാ മതി. സാരല്ല. നിന്റെ മോതിരം കിട്ടിയല്ലേ മോളെ? ആ കിട്ടി. ആ നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ അത് കിട്ടണ്ടായിരുന്നെന്ന്. നീ ഇവളെ സംശയിച്ചത് വെറുതെ ആയില്ലേ മോളെ? ഓ, ഉടനെ അമ്മയുടെ അടുത്തേക്ക് വിവരം എത്തിച്ചല്ലോ മോതിരം കിട്ടിയെന്ന്. ഇവളല്ല എന്റെ അടുത്ത് പറഞ്ഞത് കൃഷ്ണമോളാ. എന്റെ മോളെ തെറ്റ് ചെയ്യാത്തവരെ തെറ്റുകാരായി കാണുമ്പോ അവർക്ക് ഭയങ്കര വിഷമം വരും. എല്ലാരും കൂടി എടുത്ത് തലയിലോട്ട് കയറ്റി വെച്ചോ. എനിക്കിപ്പോഴും സംശയം മാറിയിട്ടില്ല. എന്താ സംശയം? അത് ഞാൻ പിന്നെ പറയാം. നിനക്ക് എന്നെ ഇതിനോട് ഇത്ര ദേഷ്യം? ഈ കൊച്ചു എന്നാ ചെയ്തിട്ടാ? ഇവളെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ. എനിക്കറിയാം ഇവളെങ്ങനെയാ ഈ വീട്ടിലെത്തിയതെന്ന്. നിനക്കെന്നെ അറിയാം. അച്ഛനും മനുവും കൂടി പോയിട്ടല്ലേ സെലക്ട് ചെയ്തത്. പ്രായം ചെന്ന് ബോധവും വിവരവും പകുതിയായ അച്ഛനെ കണ്ണീര് കാണിച്ച് മയക്കി കാണും. ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി ചത്തുപോയി. ആരുമില്ല, അനാഥയാണെന്നൊക്കെ പറഞ്ഞപ്പോ അച്ഛൻ കൂടുതലൊന്നും ചിന്തിച്ചു കാണില്ല. മനു തൊലിപിടിപ്പ് മാത്രം നോക്കി. ആമ്പിളർക്ക് പിന്നെ അത് മതിയല്ലോ. നീ എന്നെ തുറച്ചു നോക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ജയമോളെ ഇതേതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ചാ. നീ അതിനെ മെക്കിട്ട് കയറാതെ. പിന്നെ നല്ല കുടുംബം ഏതോ പിഴച്ചവൾ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞ ഇവളോ? ഞാനല്ലല്ലോ പിഴച്ചത്, എന്റെ അമ്മയല്ലേ. അതാരാണെന്ന് പോലും നിനക്ക് അറിയത്തില്ലല്ലോ. നീ എന്താ നോക്കി പേടിപ്പിക്കുന്നോ? എന്റെ ജയമോളെ നിനക്ക് എന്തിനാ കേടാ? എന്തിനാ അതിനോട് ഇത്ര വിരോധം? നിന്റെ മോളാകാനുള്ള പ്രായമല്ലേ ഉള്ളൂ. എന്നോട് അഭിപ്രായം ചോദിക്കാതെ എന്റെ ഇഷ്ടം നോക്കാതെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നല്ലേ? ബാലേന്ദ്രൻ കൂടിയല്ലേ ആ മനുവിന്റെ കൂടെ പോയത്? അതിനിപ്പോ എന്നാ പറ്റി? ബാലേന്ദ്രന്റെ മുഖത്ത് കണ്ണില്ലായിരുന്നോ? ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ട് നിർത്തിയാ പ്രശ്നമാകുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണോ? ഒരു കോമൺ സെൻസ് ഒക്കെ വേണ്ടേ? നിനക്ക് ബാങ്കിൽ പോകാൻ നേരമായി. നീ പോ. ഞാൻ പോവാ. എന്തിനും ഏതിനും കുറ്റം മാത്രം കാണുന്ന ഈ സ്വഭാവമേ നീ ഒന്ന് കുറയ്ക്കണം കേട്ടോ. പ്രായമായിട്ട് വരുവാ, അത് ഓർമ്മ വേണം. അമ്മ ഇനി എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കണ്ട. നീ പോകുന്നെങ്കിൽ പോഴി, സമയം പോകുന്നു. ആ ശരി. മോളെ എന്തിനാ കരയുന്നേ? എന്നാ പറ്റി ചിനിക്കുട്ടിക്ക്? സ്വപ്നം കണ്ട് പേടിച്ചോ? അവിടെ എന്താ? ആര്? ബ്രിജിത്ത മമ്മിയോ? അത് മോക്ക് വെറുതെ തോന്നിയതാ. എന്നിട്ട് എവിടെ പോയോ? അച്ചടാ, കഷ്ടായി പോയല്ലോ.
എന്താ ഷേളി? എന്താ പ്രശ്നം? ആരെ കരഞ്ഞേ? ചിന്നുമോള ബ്രിജിത്ത മമ്മി അലീന ആന്റി അവള് കണ്ടെന്നാ പറയുന്നത്. ആ ജനലിന്റെ അടുത്തുനിന്ന് അവളെ വിളിച്ചത്രേ. സ്വപ്നം കണ്ടതായിരിക്കും. ഈയിടെ സ്വപ്നം കാണൽ കൂടുതലാ. എപ്പോഴും രേവതി അലീനയും ബ്രിജിത്ത മമ്മിയൊക്കെ അവള് സ്വപ്നത്തിൽ കാണുന്നത്. അവരായിരുന്നല്ലോ ഇവിടെ എല്ലാം. സാരമില്ല, കിടത്തി ഉറക്കിക്കോളെ. നമുക്ക് ഉറങ്ങാം ചിന്നുകുട്ടി. അവരിനി വരികയാണെങ്കിൽ ഞാൻ പറയാട്ടോ. ചിന്നുകുട്ടി ചാച്ചി ഉറങ്ങിക്കോട്ടോ. നമുക്ക് ചാച്ചി ഉറങ്ങാം. എന്നെ നമ്മൾ നോക്കുന്നത്. ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. നിനക്ക് മൊബൈലുണ്ടോ? എന്നിട്ട് ഇതുവരെ ഇത് കണ്ടിട്ടില്ലല്ലോ. നീ ആരെയും വിളിക്കുന്നതും കേട്ടില്ല. എന്റെ മമ്മിയുടെ ഫോണായിരുന്നു. ഞാനതെടുത്ത് ബാഗിൽ ഇട്ടുകൊണ്ട് പോകുന്നതാ. ഓ, എനിക്കും ഉണ്ടായിരുന്നു ഒരെണ്ണം. അതെ, കമല വെള്ളത്തിലെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. ഞാനേ മക്കളെ വിളിച്ച് അവിടെ കുറ്റം പറയാതിരിക്കാൻ. മുത്തശ്ശി എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ, ദാ കിട്ടി. കാണിച്ചേ നോക്കട്ടെ. ആഹാ, ഇത് ചത്തിരിക്കുവാണല്ലോ. ചാർജ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അതാ. ഇത് ഒരുപാട് പഴയതാണല്ലോ. ഇപ്പൊ ഇങ്ങനത്തെ ഫോണുണ്ടോ? മമ്മിക്ക് ഇത് തന്നെ അധികമായിരുന്നു. നിനക്ക് എന്താ സ്വന്തമായിട്ട് ഒരു ഫോൺ ഇല്ലാത്ത? ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത പെമ്പിള്ളാരുണ്ടോ? എനിക്കതിന്റെ ആവശ്യം വന്നിട്ടില്ല മുത്തശ്ശി. ആരെ വിളിക്കാനാ? ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളവർക്കല്ലേ ഫോൺ വേണ്ടതുള്ളൂ. എനിക്കിതില്ലാഞ്ഞിട്ട് ഒരു കുറവും തോന്നിയിട്ടില്ല. ഇനി എന്തായാലും വേണം. ചാർജ് ചെയ്ത് വെച്ചു. ചാർജ് കയറുന്നുണ്ട്. ഫുൾ ചാർജ് ആയിട്ട് നോക്കാം. മഴയാണല്ലോ. കോട എടുത്ത് എവിടെ വെച്ചൂടാ? ഡിക്കിയിലുണ്ട്. ആ, ഡിക്കി തന്നെ വെച്ചാൽ മതി. ഞാൻ എടുത്തിട്ട് വരാം. ആ വേണ്ട, ദേ രേവതിക്കുട്ടി കൊടയായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഈ കൊടക്കകത്തോട്ട് കയറാൻ നോക്ക്. വണ്ടി പുറത്തു കൊണ്ടേട്ടേ. ഇങ്ങനെ യാത്രയൊന്നുമില്ല. ഇനി വല്ലതും എടുക്കാനുണ്ടോ? ഇല്ല. ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. ആ, കുറെ നേരമായി. നല്ല ചൂട് ചായ, ജിഞ്ചട്ടി. ജിഞ്ചറാ. നീ ഇതെടുത്ത് റൂമിൽ കൊണ്ടുവച്ചില്ലേ? അയ്യോ, മറന്നുപോയി. ഏത് റൂമിലാ വെക്കേണ്ടത്? നിന്റെ റൂമിൽ. അല്ലാതെ എവിടെയാ? എനിക്ക് ഇനിയും വരാം ഇടയ്ക്കിടയ്ക്ക്. എന്നിട്ട് ഇതുപോലത്തെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ പറയാം. അപ്പൊ ചിരിച്ച് തള്ളിയേക്കാൻ മനസ്സിൽ ടെൻഷനൊക്കെ. ഓക്കെ, കൊള്ളാം. നിനക്ക് നല്ല പോലെ ഇണങ്ങുന്നുണ്ട് അല്ലേ മാമച്ചേ? ചിന്നു, ചിന്നുകുട്ടി അവിടെ നിൽക്കാൻ.